എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫുള്ള് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ട്രെൻഡിങ് നമ്പർ 1 തുമ്പി തന്നെ പറയണത്. നമ്പർ 1 എന്ന് പറയുന്നില്ല, തുമ്പി തന്നെ പറഞ്ഞത് തുമ്പി ട്രെൻഡിങ് ആണെന്നാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ കുറച്ച് കൊളാബ് തന്നെ റീമിക്സ് ആണെന്നറിയില്ല, തുമ്പിയുടെ വീഡിയോസിൻ്റെ സൈഡിൽ ഇരുന്ന് ചിരിക്കണതും തലാട്ടണതും അത് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി വൈഫ് ഇങ്ങനെ എപ്പോഴും തുമ്പിയുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, എപ്പോഴും തുമ്പിയുടെ വീഡിയോ ആണല്ലോ കൂടുതൽ ചെയ്യുന്നത് ആൾ പറയുന്നുണ്ട്. അപ്പം ഇന്നലെ ഇങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ലൈവൊക്കെ കഴിഞ്ഞ് ഫോൺ എടുത്തിട്ട്, ലൈവ് കഴിഞ്ഞിട്ടല്ല, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഞാൻ ഫോൺ എടുക്കണമെന്ന് നോക്കണം, ഇൻസ്റ്റ ഓപ്പൺ ആക്കണല്ലോ. ഇൻസ്റ്റ ഓപ്പൺ ആക്കണതും ആൾ നോക്കണത് ഒരുമിച്ചിട്ടാണ്. അപ്പോൾ ഇതെന്നെ എപ്പോഴും പണി എന്ന് ചോദിക്കുകയാണ് ആൾ. ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ, അത് ഞാനല്ലല്ലോ ഇത് സെറ്റ് ചെയ്യണത്, ഇത് ഓപ്പൺ ആകുമ്പോൾ ആദ്യം പറഞ്ഞത് തുമ്പിയിലാണ്, അത് ആളെ ട്രെൻഡിങ് ആയതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പോഴും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു. എന്താ പറയുക, തുമ്പി ഇപ്പോൾ ഒരു ലൈവിൽ, ഇപ്പോൾ ഡെയിലി നൈറ്റിൽ ലൈവിലും തുമ്പി ഒരു ചർച്ചാ വിഷയമാണ്. തുമ്പിയുടെ സബ്സ്ക്രിപ്ഷൻ ഞാൻ എടുത്തിട്ടുണ്ടാ, പിന്നെ അനിയന്മാരെടുത്തിട്ടുണ്ടാ. ഇപ്പം എനിക്കറിയാം അനിയന്മാർ കുറേ ആൾക്കാർ എടുത്തിട്ടുണ്ട്, ഞാൻ എടുത്തിട്ടില്ല നിലവിൽ. അപ്പോൾ നിലവിലെടുത്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരല്ല. ഇനി ഇപ്പം നിലവിൽ എനിക്ക് അങ്ങനെ തോന്നലൊന്നുമില്ല, എടുക്കാൻ തോന്നുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം ഒന്നുമില്ല, ഞാൻ ആരെയും സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോവർ, ഇൻസ്റ്റാഗ്രാം ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ യൂട്യൂബ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രിപ്ഷൻ, അതായത് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ്, യൂട്യൂബ് മെമ്പേഴ്സ് എന്നുള്ള പറയാം, മെമ്പേഴ്സൊക്കെ അവരൊക്കെ യൂട്യൂബ് ചാനൽ ഉണ്ടായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്പർഷിപ്പ് എടുക്കുന്നവരാണ്, പെയ്ഡ് മെമ്പർഷിപ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ എടുക്കുന്നവരാണ്. ഇപ്പോൾ ഈ ഇൻസ്റ്റയിൽ ഈ എക്സ്ക്ലൂസീവ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് സിനിമാ നടികളും പിന്നെ പല ഇൻസ്റ്റാഗ്രാം വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ ഇവരൊക്കെ കുറേ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ എക്സ്ക്ലൂസീവ് കണ്ടൻറ്റ് എന്നുകൊണ്ട് ഇവർ എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. എൻ്റെ അറിവിൽ 18+ തോന്നിക്കുന്ന കണ്ടൻറ്റുകളൊക്കെ ഇൻസ്റ്റ അത് അല്ലെങ്കിൽ യൂട്യൂബോ ഇൻസ്റ്റോ ഫേസ്ബുക്കോ അവരൊക്കെ അത് ബ്ലോക്ക് ചെയ്യും, ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നുണ്ട്. എനിക്കറിയില്ല ഇനി എന്താണെന്നൊന്നും എനിക്കറിയില്ല സത്യമായിട്ടും. അപ്പോൾ വിഷയം ഒന്നുകൂടി പറയാം. മുന്നൊക്കെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇൻസ്റ്റ ഒന്നും യൂസ് ചെയ്യുന്നില്ല, യൂട്യൂബിലും ഷോർട്സ്, അഡൾട്ട് ഷോർട്സ് നമുക്ക് കാണുമ്പോൾ ഞാനൊക്കെ ഗ്രൂപ്പിലാണ് കൂടുതൽ ഷെയർ ചെയ്യുക. വൈഫിനൊന്നും ഞാൻ ഷെയർ ചെയ്യാറില്ല. ഷെയർ ചെയ്യാന്ന് വെച്ചാൽ ആൾ ചിലപ്പോൾ ജോലി സ്ഥലത്ത് ചിലപ്പോൾ എടുത്ത് നോക്കുമ്പോൾ അവരെ കണ്ട എന്താ വിചാരിക്കുക എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. ഇപ്പോൾ ഒരു ഇൻസ്റ്റ ഉപയോഗിച്ചതിന് ശേഷമുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനത്തെ അഡൾട്ട്സ് കണ്ടൻറ്റ്സ് കൂടുതലും എനിക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വൈഫിന് തന്നെയാണ് ഞാൻ ആദ്യം ഷെയർ ചെയ്യുക. ചിലപ്പോൾ ഗ്രൂപ്പിലിടും, ഇട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും വൈഫിനെ ഷെയർ ചെയ്യും. ആളെന്തായാലും ഇത് രാത്രി ഞാൻ വന്നിട്ട് ഇത് കാണിച്ചു കൊടുക്കുന്നവരെ കാണുമൊന്നുമില്ല കേട്ടോ. ആൾക്ക് ഡ്യൂട്ടിക്ക് കയറി കഴിയണവരൊന്നും ആളങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഫോൺ തൊടാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്, ആളങ്ങനത്തെ ഞാൻ അയച്ചതൊന്നും അങ്ങനെ എടുത്ത് നോക്കുന്നില്ല. ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡോക്ടർ മീൻസ് എന്താ പറയുക, കൺസൾട്ടൻറ്റ് ആളിങ്ങനെ പറയാനൊരു സംഭവം, അപ്പോൾ ഞാനത് റിപ്പീറ്റ് ചെയ്യണം, ഞാനായിട്ട് ഉണ്ടാക്കിയ കാര്യമൊന്നുമല്ല. നിങ്ങൾ യൂട്യൂബിൽ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ കോമഡി ആയിട്ട് വന്നിട്ടുള്ള സംഭവങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും നമ്മൾ ഒത്തുപോകാത്തവർ അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ളവർ, ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും, അവർ കൺസൾട്ടിങ്ങിന് ചെയ്യുന്നുണ്ടാകും. കുറച്ചൊരു ബാച്ച് ഇരിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ വാട്സപ്പിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ അതായത് അവരുടെ പേഴ്സണൽ ചാറ്റും കാര്യമൊന്നുമല്ല, അവരോട് ചോദിച്ചിട്ട് വൈഫിൻ്റെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരുമെന്ന് വെച്ചിട്ട് ഭാര്യയും ഭർത്താവിന് ഫോൺ ഒരുമിച്ച് വെച്ചിട്ട് ആ ഡോക്ടർ ജസ്റ്റ് കുറച്ച് ആൾക്കാരെയൊക്കെ നോക്കി. അപ്പോൾ നാളെ ഞാൻ ഒരു റീലിൻ്റെ ഇതേപോലെ തന്നെ ഒരു റീലിൻ്റെ സൈഡിൽ ഇങ്ങനെ കൊളാബായിട്ട് നിന്നിട്ട് ചിരിച്ചിട്ടുണ്ടാകുന്ന സംഭവം തന്നെ. അതായത് ഭാര്യയുടെ മെസ്സേജ് ഇങ്ങനെ ഒരുവിധം ഭാര്യമാരുടെ മെസ്സേജൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ